പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഈ താപഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. ഇവിടെ രണ്ട് ബീക്കർ ഉണ്ട്, എ ബി എന്ന് പറയുന്ന രണ്ട് ബീക്കർ ഉണ്ട്. രണ്ട് ബീക്കറിലും നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്, ജലം നിറച്ചിട്ടുണ്ട്. അതിൽ P2 എന്ന് പറയുന്ന നിക്രോം വയറാണ്. P2 എന്ന് പറയുന്ന നിക്രോം ആണ്. RS എന്ന് പറയുന്ന വയർ കോപ്പർ വയറാണ്, ചെമ്പ് കമ്പിയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ബീക്കറിലേക്ക് P2 എന്ന് പറയുന്ന നിക്രോം വയർ താഴ്ത്തി വെച്ചിട്ടുണ്ട്. RS എന്ന് പറയുന്ന കോപ്പർ വയറാണ്. ഇത് ബി എന്ന് പറയുന്ന ബീക്കറിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ നിക്രോമിനെയും കോപ്പറിനെയും ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷനിൽ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ് ഉള്ളത്. നമുക്കറിയാം, ഈ ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് താപം ഉൽപ്പാദിപ്പിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ താപം കാരണം ഈ വാട്ടർ ഹീറ്റ് ആവും, ചൂടാവുന്നുണ്ട്. അപ്പൊ ആ ഹോട്ട്നെസ് താപം നമുക്ക് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അളക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഏത് ബീക്കറിലാണ് കൂടുതലായി താപം ഉൽപ്പാദിപ്പിക്കുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അതില് P2 എന്ന് പറയുന്ന നിക്രോം ആണ്, RS എന്ന് പറയുന്ന കോപ്പർ ആണ്. നമ്മൾ നോക്കേണ്ടത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് ശ്രേണി രീതിയിലാണ്, സീരീസ് കണക്ഷനിലാണ്. രണ്ട് പേരിൽ കിട്ടുന്ന കറണ്ട് തുല്യമായിരിക്കും. P2യിലൂടെയും RSലൂടെയും ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതി എന്ന് പറയുന്നത് തുല്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, H = I² × RT. I² × RT എന്ന് പറയുന്ന സമവാക്യം ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനും മൂന്ന് സമവാക്യം ഉണ്ടാക്കി. അതിൽ ഒന്നാമതാണ് H = I² × R × T. ഇപ്പോൾ ഇവിടെ നിക്രോം കോപ്പർ രണ്ട് പേരിൽ കിട്ടുന്ന കറണ്ട് തുല്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, I ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ബീക്കറിലായിരിക്കും കൂടുതൽ താപം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും? ഇത് നോക്കേണ്ട ഇവിടെ അടുത്ത ഘടകം പ്രതിരോധം, റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ നിക്രോമിനെയും കോപ്പറിനെയും കണക്ട് ചെയ്യുന്ന കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് കോപ്പറിനേക്കാളും പ്രതിരോധം, റെസിസ്റ്റൻസ് കൂടുതലാണ് നിക്രോമിന്. അപ്പം ഒന്നാമത് സിറ്റുവേഷനിൽ നിക്രോമിലായിരിക്കും ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകും. കാരണം നിക്രോമിനെയും കോപ്പറിനെയും നമ്മൾ ബന്ധിപ്പിച്ചുള്ളത് ശ്രേണി രീതിയിലാണ്, സീരീസ് കണക്ഷനാണ്. അപ്പോൾ കറണ്ട് തുല്യമാക്കി മാറ്റിയിട്ടുണ്ട്. കറണ്ട് തുല്യമാക്കിയതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ആർക്കാണ് പ്രതിരോധം, റെസിസ്റ്റൻസ് കൂടുതൽ നോക്കും. ഇപ്പോൾ ഇവിടെ കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ്, പ്രതിരോധം കൂടുതൽ നിക്രോമിനായതുകൊണ്ട് നിക്രോമിലായിരിക്കും ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുക. താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് R, പ്രതിരോധം, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഇനി അടുത്ത് ചെയ്യുന്നത്, നമ്മൾ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ടിന്റെ അളവ് മാറ്റം വരുത്തുകയാണ്, കറണ്ടിന്റെ അളവ് കൂട്ടുകയാണ്. കറണ്ടിന്റെ അളവ് കൂട്ടിയാൽ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നേരത്തെ കിട്ടിയതിനേക്കാളും കൂടുതലായിട്ട് അവിടെ താപം, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഘടകം വൈദ്യുത പ്രവാഹം, ഇലക്ട്രിക് കറണ്ടാണ്. അതായത് കറണ്ട് കൂടുന്ന സമയത്ത് താപത്തിന്റെ അളവും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റും ഇൻക്രീസ് ചെയ്യും. ഇനി മൂന്നാമത് സമയം. ഈ പരീക്ഷണം നടക്കുന്ന സമയം കൂട്ടി. നമുക്കറിയാം, നമ്മൾ അയൺ ബോക്സ് ഒക്കെ കുത്തിവെക്കുന്ന സമയത്ത് സമയം കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് എമൗണ്ട്, താപത്തിന്റെ അളവും കൂടും. ഇപ്പൊ മൂന്നാമത്തെ ഘടകം ടൈം, സമയം. ഒരു വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ്, മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്താണ് ചാലകത്തിന്റെ പ്രതിരോധം, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ. രണ്ടാമത്തെ ഇലക്ട്രിക് കറണ്ട്,
വൈദ്യുത പ്രവാഹം, മൂന്നാമത് സമയം ടൈം. ഈ 3 ഘടകങ്ങളാണ് ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ, താപത്തിന്റെ അളവിനെ സ്വാധീനിക്കും. ഇപ്പോൾ ഈ 3 ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമമാണ് ജൂൾ നിയമം, ജൂൾസ് ലോ. ജൂൾ നിയമം, ജൂൾസ് ലോ. ജൂൾ നിയമം പറയുന്നതാണ്, ഒരു വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ്, നമുക്ക് H എന്ന് കൊടുക്കാം. വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും നേർ അനുപാതത്തിലായിരിക്കും. The current carrying conductor produce heat is directly proportional to square of the intensity of current and resistance of a conductor and time flow of current. ഇങ്ങനെ എഴുതാം. H proportional to I square RT. H square RT. കൂടി പറയാം. ജൂൾ നിയമം, ജൂൾസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് വൈദ്യുതവാഹിയായിട്ടുള്ള ഒരു ചാലകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം, അതായത് I സ്ക്വയർ, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും, കറണ്ട് കടന്നു പോകാനെടുക്കുന്ന സമയത്തിന്റെയും നേർ അനുപാതത്തിലായിരിക്കും. H proportional to I square RT. The current carrying conductor produce heat energy is directly proportional to square of the intensity of current, resistance of conductor and time flow of current. ഇതാണ് ജൂളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ജൂൾ നിയമത്തിന്റെ സമവാക്യം. H proportional to I square RT. അങ്ങനെ നമുക്ക് H equal to I square into RT എന്ന് എഴുതാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, H proportional to R എന്ന് എഴുതണമെങ്കിൽ പ്രതിരോധം താപത്തിന് നേർ അനുപാതത്തിലാവണമെങ്കിൽ, അതായത് പ്രതിരോധം കൂടുമ്പോൾ താപം കൂടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ കറണ്ടും അതേപോലെ ടൈമും, കറണ്ടും സമയവും സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ് ആയാൽ മാത്രമാണ് പ്രതിരോധം കൂടുമ്പോൾ താപം കൂടുള്ളൂ. H proportional to R എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ എഴുതാം. പ്രതിരോധം ജൂൾ നിയമത്തിൽ 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് കറണ്ടാണ്, രണ്ടാമത്തെ പ്രതിരോധമാണ്, മൂന്നാമത്തെ സമയം. ഇതിൽ പ്രതിരോധം പറയുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതാണ് H proportional to R. പ്രതിരോധം കൂടുമ്പോൾ ഹീറ്റ്, താപം കൂടണമെങ്കിൽ ആ ചാലകത്തിലെ സമയം അതേപോലെ കറണ്ട് ഇപ്പൊ സ്ഥിരമായാൽ മാത്രമേ എന്ത് പറയുന്നുള്ളൂ, R proportional to H എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നിയമം. ഒരു വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും, വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും നേർ അനുപാതത്തിലായിരിക്കും. The quantity of heat produced in a current carrying conductor is directly proportional to square of the intensity of current, resistance of conductor and time flow of a current. ഇപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇതാണ്, നമ്മളൊരു ചാലകത്തിൽ കടന്നു പോകുന്ന കറണ്ട് I ആംപിയർ ആണ്. I ആംപിയർ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ചാലകത്തിന്റെ പ്രതിരോധം R ഓം ആണ്. കടന്നു പോകാനുള്ള സമയം T സെക്കൻഡ് ആണ്.
അങ്ങനെ നമുക്കറിയാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ടി. ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഇതിൽ ഓരോ ക്വാണ്ടിറ്റിയിലും മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ചാലകത്തിലൂടെ ഐ ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ചാലകത്തിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം 6 ഓം ആണ്. കടന്നു പോകാനെടുക്കുന്ന സമയം ടി സെക്കൻഡുമാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കറണ്ടിനെ 2 മടങ്ങാക്കുക. 2 മടങ്ങ് 2 ടൈംസ് ഇൻക്രീസ് ചെയ്യാം. കറണ്ട് 2 മടങ്ങ് കൂടി. അപ്പോൾ ഐ ആംപിയർ ഉള്ളത് 2 ഇൻറ്റു ഐ ആയി. കറണ്ട് 2 മടങ്ങ് ഡബിൾ ആയി. അങ്ങനെയാണെങ്കിൽ താപത്തിനുണ്ടായ മാറ്റം ചേഞ്ച് ഇൻ ഹീറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം കറണ്ട് 2 ആംപിയർ ആയി. പ്രതിരോധത്തിന് മാറ്റമില്ല, 6 തന്നെയാണ്. സമയം ടി സെക്കൻഡ് ആണ്. നമ്മൾ ഇക്വേഷൻ കൊടുത്താൽ എന്താണ്ടാവും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയറിന് പകരം കറണ്ട് മാറി 2 ഇൻറ്റു ഐ. അപ്പോൾ 2 ഇൻറ്റു ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 ഇൻറ്റു 4 ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, 4 ഐ സ്ക്വയർ ആർ ടി. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡബിൾ ആവുന്ന സമയത്ത് താപം 4 ഐ സ്ക്വയർ ആർ ടി ആയിട്ട് മാറി. അതായത് 4 മടങ്ങ് കൂടി, 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഐ സ്ക്വയർ ആർ ടി കിട്ടിയത് കറണ്ട് ഡബിൾ ആയപ്പോൾ 4 ഐ സ്ക്വയർ ആർ ടി. ഇങ്ങനെ പറയാം, 4 മടങ്ങ് കൂടി, 4 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറണ്ട് മാറ്റൊന്നുമില്ല, ഐ ആംപിയർ ആണെന്ന് വയ്ക്കാം. കറണ്ട് മാറിയിട്ടൊന്നുമില്ല, ഐ ആംപിയർ. പ്രതിരോധം 2 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്ന വയ്ക്കും, 2 മടങ്ങ് കൂടി. 2 ഇൻറ്റു ആർ. സമയം മാറ്റൊന്നുമില്ല, ടി സെക്കൻഡ് ആയിട്ടാണ്. ഇങ്ങനെയാണ് താപത്തിനുണ്ടാകുന്ന മാറ്റം. ഇറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് മാറ്റില്ലാത്തതുകൊണ്ട് ഐ സ്ക്വയർ എഴുതാം. ആറിലോട്ട് നമ്മൾ 2 മടങ്ങാക്കും. 2 ഇൻറ്റു ആർ. 2 ഇൻറ്റു ആർ ഇൻറ്റു സമയം ടി. ഈ 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഇൻറ്റു ഐ സ്ക്വയർ ആർ. നോക്കൂ, പ്രതിരോധം 2 മടങ്ങാക്കുമ്പോൾ താപം 2 ടൈംസ് കൂടി, 2 മടങ്ങ് കൂടി. ഒന്ന് കമ്പയർ ചെയ്താൽ മതി. കറണ്ട് 2 മടങ്ങായപ്പോൾ ഡബിൾ ആയപ്പോൾ താപത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 4 മടങ്ങാണ്, 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. പക്ഷെ പ്രതിരോധം 2 മടങ്ങായപ്പോൾ ഡബിൾ ആയപ്പോൾ താപത്തിന് 2 ടൈംസ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ, 2 മടങ്ങ് മാത്രമേ കൂടിയിട്ടുള്ളൂ, 2 ടൈംസ്. ഇതിൽ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? കറണ്ടാണ്, പ്രതിരോധമാണ്? ഓർപ്പിച്ച് പറയാൻ കറണ്ടാണ്, ഇലക്ട്രിക് കറണ്ടാണ്. അപ്പൊ കറണ്ട് കൂടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുക. 2 മടങ്ങായ സമയത്ത് തന്നെ 4 ടൈംസ്, 4 മടങ്ങ് കൂടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് പറയുന്നു, അപ്പം താപഫലം എന്താന്ന് പറയുന്നു, ഹീറ്റ് എഫക്റ്റ് എന്താന്ന് പറഞ്ഞു. ഈ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഒരുപാട് ഡിവൈസസ് ഉണ്ട് ഹീറ്റ് എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യും. അപ്പൊ ആ ഉപകരണങ്ങളൊക്കെ പൊതുവായിട്ട് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയും, ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. അപ്പം വൈദ്യുത താപന ഉപകരണം എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണം. The device which work on the basis of heat effect of electric current is called electric heating devices or appliances. ഉദാഹരണങ്ങളായ അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി, ഇലക്ട്രിക് ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ താപഫലത്തെ അടിസ്ഥാനമാക്കി ഹീറ്റ് എഫക്റ്റിന്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ താപം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ഈ ഉപകരണങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോഹ സങ്കരാണ്, അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം എന്ന് പറയുന്ന ഒരു അലോയാണ്, ലോഹ സങ്കരാണ്. നിക്രോമിലുള്ള ഘടകം എന്ന് പറയുന്നത്
നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്, അതേപോലെ അയൺ. ഈ 3 ലോഹങ്ങൾ ചേർത്തിട്ടാണ് നിക്രോം ഉണ്ടാക്കിയിട്ടുള്ളത്. നിക്കൽ, ക്രോമിയം, അയൺ. അപ്പോൾ നിക്രോം ഉപയോഗിച്ചിട്ടാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കാനുള്ള കാരണം? നിക്രോമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നിക്രോം ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒന്നാമത് ഈ നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്, ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാമത് ഉയർന്ന ദ്രവണാങ്കൃതി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള ഹീറ്റാണ്, താപമാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരുപാട് ചൂട് താങ്ങാനുള്ള കഴിവാർക്ക് ഉണ്ടായിരിക്കണം, നിക്രോമിന് ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ഉരുകി പോകാൻ പാടില്ല. അപ്പോൾ ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മൂന്നാമതാണ് കൂടുതൽ സമയം ചുട്ടുപഴുത്ത അവസ്ഥയിൽ, ഓക്സിജൻ സംഭവിക്കാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ലോഹസങ്കരാണ് നിക്രോം എന്ന് പറയുന്നത്. ഇറ്റ് റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡേഷൻ. അപ്പോൾ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായി നിർമ്മിക്കാനുള്ള കാരണം ഇതാണ്. ഒന്നാമത് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാമത് ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ സമയം ഓക്സിജനം സംഭവിക്കാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാൻ സാധിക്കും നിക്രോമിന്. റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡേഷൻ. ഇത് പറയുന്നത് പ്രതിരോധങ്ങളുടെ ക്രമീകരണമാണ്, അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ പ്രതിരോധങ്ങൾ 2 രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. ഒന്ന് സമാന്തരമായിട്ടാണ്, രണ്ടാമത് ശ്രേണി രീതിയിൽ, സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. ഒന്നാമത്തെ ഫിഗറിലുള്ളത് 3 പ്രതിരോധകങ്ങളുണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3. 3 പ്രതിരോധകങ്ങളെയും റെസിസ്റ്റേഴ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ളത് ശ്രേണി രീതിയിലാണ്, സീരീസ് കണക്ഷനാണ്. ശ്രേണി രീതി, സീരീസ് കണക്ഷനാണ്. ശ്രേണി രീതി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതിരോധകം R1. ഈ R1ന്റെ ഒരു എൻഡ് ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻഡിലാണ് R2 എന്ന് പറയുന്ന പ്രതിരോധകം കണക്ട് ചെയ്തിട്ടുള്ളത്. R2ന്റെ അടുത്ത എൻഡിൽ R3. ഒരു എൻഡ് ടു എൻഡ് കണക്ഷനാണ്. അഗ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ലാസ്റ്റ് മാത്രമാണ് ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ശ്രേണി രീതി എന്ന് പറയും, സീരീസ് കണക്ഷൻ. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാലുള്ള പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ കറണ്ട് തുല്യമായിരിക്കും. ഓരോ പ്രതിരോധത്തിനും ലഭിക്കുന്ന കറണ്ട് തുല്യമായിരിക്കും. The electric current is same across each resistor. അപ്പോൾ R1 കിട്ടുന്ന കറണ്ടും I ആംപിയർ ആയിരിക്കും. സപ്പോസ് ഈ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് I ആംപിയർ ആണെങ്കിൽ R1 കിട്ടുന്ന കറണ്ടും I ആയിരിക്കും, R2നും I ആംപിയർ കറണ്ട് കിട്ടും, R3ക്കും കിട്ടുന്ന കറണ്ട് I ആയിരിക്കും. എല്ലാ പ്രതിരോധങ്ങൾക്കും കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് തുല്യമാണ്, കറണ്ട് ഈസ് സെയിം. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോന്നിനും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന ആകെ വോൾട്ടേജ് V ആണ്. V വോൾട്ട് അപ്ലൈ ചെയ്താൽ R1ന് V1 എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും, R2ന് V2, R3ക്ക് V3. ഇങ്ങനെ എഴുതാം. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതായത് നമ്മൾ കൊടുക്കുന്ന ഈ വോൾട്ടേജ് ഇത് ഡിവൈഡ് ചെയ്ത് പോകും. പ്രതിരോധത്തിന്റെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ കൊടുക്കുന്ന ആകെ വോൾട്ടേജ് V ആണ്. പക്ഷെ ഓരോ പ്രതിരോധത്തിൽ ലഭിക്കുന്ന വോൾട്ടേജ് വ്യത്യാസമായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നായിട്ട് കൂട്ടി നമുക്ക് കൊടുത്ത വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അപ്പോൾ ആദ്യത്തെ പ്രത്യേകത പറഞ്ഞത് കറണ്ട് തുല്യമായിരിക്കും, കറണ്ട് ഈസ് സെയിം ഇൻ ഓൾ റെസിസ്റ്റേഴ്സ്. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവും.
ഇനി മൂന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് പ്രതിരോധങ്ങൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ആകെ പ്രതിരോധം ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നെറ്റ് റെസിസ്റ്റൻസ്. സാർ എങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ എഫക്റ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോട്ടൽ. അപ്പം സഫല പ്രതിരോധം കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെ അറിയാം V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ഓംസ് ലോ അനുസരിച്ച് ഇങ്ങനെ എഴുതാം, V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. നമ്മൾ ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന ആകെ കറണ്ട് I ആംപിയർ ആണ്. അപ്പോൾ ഈ വിക്ക് പകരം ഇങ്ങനെ എഴുതാം I ഇൻറ്റു R. I എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് ആണ് I. ഈ R എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 എന്ന് പറയുന്നത് R1 അക്രോസ് ആയി കിട്ടുന്ന വോൾട്ടേജ് ആണ് V1. R1 ലഭിക്കുന്ന വോൾട്ടേജ് ആണ് V1. അത് നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റാം, I ഇൻറ്റു R. അപ്പോൾ ഈ R1 കടന്നു പോകുന്ന കറണ്ട് I ആണ്. കറണ്ട് തുല്യമായിരിക്കും I ആംപിയർ ആണ്. ഇപ്പൊ V1 പറയുന്നത് എഴുതാം I ഇൻറ്റു പ്രതിരോധം R1, I ഇൻറ്റു R1 പ്ലസ് V2 എന്ന് പറയുന്നത് R2 ലഭിക്കുന്ന വോൾട്ടേജ് ആണ് V2. V2നെ ഈ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി I ഇൻറ്റു R2 എന്ന് എഴുതാം. V3ക്ക് പകരം I ഇൻറ്റു R3. അപ്പോൾ I ഇൻറ്റു R ഈക്വൽ ടു, ഇതിലൊക്കെ കറണ്ട് തുല്യമാണ്, ശ്രേണി രീതിയിൽ കറണ്ട് തുല്യമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ I പുറത്തേക്ക് എടുക്കുകയാണ്, കാരണം എല്ലാത്തിലുള്ള I ഈക്വൽ ആണ്. അപ്പോൾ I ഔട്ട്സൈഡ് എടുത്താൽ ഇക്വേഷൻ വരും R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, ഞാൻ ഈ രണ്ട് സൈഡും I ഉണ്ട്, രണ്ട് ഈക്വൽ ആയപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും. ദെൻ ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് ശ്രേണീയ രീതിയിൽ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റ്സും കൂടി പറയാം. ശ്രേണീയ രീതിയിൽ കറണ്ട് തുല്യമായിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമായിരിക്കും. സഫല പ്രതിരോധം ഏറ്റവും കൂടുതലായിരിക്കും. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഈ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇതിൽ ഓരോ പ്രതിരോധത്തെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റില്ല, പ്രത്യേകം നിയന്ത്രിക്കാൻ പറ്റില്ല. ഓരോ പ്രതിരോധത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റില്ല. വി കനോട്ട് ബി കൺട്രോൾ ഈച്ച് റെസിസ്റ്റേഴ്സ് ബൈ സ്വിച്ചസ് ഇൻഡിവിജ്വലി. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രതിരോധത്തിനും റെസിസ്റ്റേഴ്സിനും സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ശ്രേണി രീതി, സീരീസ് കണക്ഷനുകൾ. ഇനി ഈ R1 R2 R3 ഒക്കെ വാല്യൂ മൂല്യം സെയിം ആണെങ്കിൽ അവിടെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R ഈക്വൽ ടു N ഇൻറ്റു R. R എന്ന് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്, പ്രതിരോധങ്ങളുടെ എണ്ണം. ഈ സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ഒരു പ്രതിരോധകത്തിന്റെ മൂല്യം, വാല്യൂ ഓഫ് വൺ റെസിസ്റ്റർ. ഈ ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ആ സർക്യൂട്ടിൽ ഉപയോഗിച്ച എല്ലാ പ്രതിരോധങ്ങളുടെയും മൂല്യം തുല്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 ഓമിന്റെ ഒരു 10 പ്രതിരോധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വയ്ക്കും. എല്ലാ പ്രതിരോധത്തിന്റെയും മൂല്യം സെയിം ആണ്, 2 ഓം ആണ്. അപ്പൊ അവിടെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഇക്വേഷൻ എത്താം, R ഈക്വൽ ടു N ഇൻറ്റു R. അവിടെ N എന്ന് പറയുന്നത് 10 നമ്മൾ ഉപയോഗിച്ചത്. സോ 10 ഇൻറ്റു 1ന്റെ പ്രതിരോധം 2 ആണ്. 10 ഇൻറ്റു 2 ഈക്വൽ ടു 20 ഓം. ഇങ്ങനെ അടുത്ത രീതിയാണ് പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കാനുള്ള, അറേഞ്ച് ചെയ്യാനുള്ള അടുത്ത രീതിയാണ് സമാന്തര രീതി, പാരലൽ കണക്ഷൻ.
ഇവിടെ 3 പ്രതിരോധങ്ങളുണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3. ഇതെങ്ങനെ കണക്ട് ചെയ്ത് നോക്കി. ഈ R1, R2, R3ന്റെ ഓരോ അഗ്രഹങ്ങളും ഒരു പോയിന്റ് ബന്ധിപ്പിക്കുകയാണ്, കോമൺ പോയിന്റിൽ ബന്ധിപ്പിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ അറ്റവും ഒരു കോമൺ പോയിന്റിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിന്റിലും ഉള്ള വയർ നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് സമാന്തര രീതി, പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സമാന്തര രീതിയിൽ ഉള്ള പ്രത്യേകതകൾ വോൾട്ടേജ് തുല്യമായി. നമ്മൾ ഈ സർക്യൂട്ടിൽ എത്ര വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് ആ വോൾട്ടേജ് ആയിരിക്കും ഓരോ പ്രതിരോധത്തിനും കിട്ടും. ഇപ്പോൾ V എന്ന് പറയുന്ന വോൾട്ട് കൊടുത്താൽ R1 കിട്ടുന്ന വോൾട്ടേജ് V ആയിരിക്കും, R2 V എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും, R3 എന്ന് പറയുന്ന പ്രതിരോധത്തിനും V എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും. ഓക്കെ. ഈ രണ്ടാമത്തെ പോയിന്റ് കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഓരോ പ്രതിരോധത്തിനും കിട്ടുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഈ സർക്യൂട്ടിലൂടെ പോകുന്ന ആകെ കറണ്ട് I ആംപിയർ ആണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഈ I ആംപിയർ എന്ന് പറയുന്ന കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് R1ലൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പോകും, R2ലൂടെ I2, R3ലൂടെ I3. അവിടെ കറണ്ട് ഓരോ പ്രതിരോധത്തിലൂടെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. The electric current is different across the each resistor. ഇങ്ങനെയില്ല. ആകെ കറണ്ട് എന്ന് പറയുന്നത് I ആംപിയർ ആണെങ്കിൽ I ഈക്വൽ ഇതോടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് I1 I2 I3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പം I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഹോംസ് ലോ അനുസരിച്ച് I ഈക്വൽ ടു V/R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐക്ക് പകരം നമ്മൾ ആ സർക്യൂട്ടിൽ കൊടുത്ത വോൾട്ടേജ് V ആണ്, V ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. R എന്ന് പറയുന്നത് സഫല പ്രതിരോധം, ആ സർക്യൂട്ടിലെ നെറ്റ് റെസിസ്റ്റൻസ് ആണ് R, ഈക്വൽ ടു I1 എന്ന് പറയുന്നത് R1ലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I1. I1 നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റണം. വോൾട്ടേജ് തുല്യമായതുകൊണ്ട് V എന്ന് എഴുതാം. കാരണം R1 കിട്ടുന്ന വോൾട്ടേജ് V ആണ്. V ഡിവൈഡ് ബൈ R1 പ്ലസ് I2 പകരം V ഡിവൈഡ് ബൈ R2 പ്ലസ് I3 പകരം V ഡിവൈഡ് ബൈ R3. എല്ലാത്തിലും വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് ഈ വോൾട്ടേജിനെ ഔട്ട് സൈഡ് എടുക്കാം. V divided by R equal to 1 divided by R1 plus 1 divided by R2 1 divided by R3. V cancel ആയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. സമാന്തരമാണെങ്കിൽ വോൾട്ടേജ് തുല്യമായിരിക്കും, പക്ഷെ കറണ്ട് ഓരോ പ്രതിരോധത്തിനും കിട്ടുന്ന കറണ്ട് വ്യത്യസ്തമാണ്. സഫല പ്രതിരോധം ശ്രേണി ഇതിനേക്കാളും കുറവായിരിക്കും. കുറഞ്ഞ സഫല പ്രതിരോധമാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ ആണ്. ഇതേപോലെ ഇവിടെ നമുക്ക് ഓരോ പ്രതിരോധത്തിന് വേണ്ടി സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ R1 കൺട്രോൾ ചെയ്യാൻ സ്വിച്ച് ഉപയോഗിക്കാം, R2 കൺട്രോൾ വേറെ ഉപയോഗിക്കാം, R3 വേറെ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ റെസിസ്റ്റേഴ്സിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്വിച്ച് ഉപയോഗിച്ച് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. ഓക്കെ. ഇനി ശ്രേണി രീതിയിൽ പറഞ്ഞ പോലെ ഈ R1, R2, R3 ഒക്കെ മൂല്യം വാല്യൂ തുല്യമാണെങ്കിൽ അവിടെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് R ഡിവൈഡ് ബൈ N. R എന്ന് പറയുന്ന സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ഒരു പ്രതിരോധത്തിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം. N എന്ന് പറയുന്ന നമ്പർ ഓഫ് റെസിസ്റ്റർ പ്രതിരോധങ്ങളുടെ എണ്ണം. R equal to R by N. നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാണെങ്കിൽ ശ്രേണി രീതി സീരീസ് കണക്ഷൻ കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറയാം. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിരിക്കും,
പക്ഷെ സമാന്തര രീതിയിൽ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. രണ്ടാമത്, ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് തുല്യമാണ്, സമാന്തര രീതിയിൽ കറണ്ട് വ്യത്യസ്തമായിരിക്കും. ശ്രേണി രീതിയിൽ വോൾട്ടേജ് ആണ് വ്യത്യസ്തം, പക്ഷെ സമാന്തര രീതിയിൽ വോൾട്ടേജ് തുല്യമായിരിക്കും. നാലാമത്തെ പോയിന്റ്, ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷനിൽ പ്രതിരോധങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷെ സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തെയും ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.